ഹായ്, ഇതാണ് അബുദീൻ കൺട്രി പാർക്ക്. ഇന്ന് അബുദീൻ കൺട്രി പാർക്കിൽ ഒരു ചെറിയൊരു ഹൈക്കിങ്, അത്ര വലിയ ഹൈക്കിംഗ് ഒന്നുമല്ല, ഒരു ചെറിയൊരു ഹൈക്കിങ്ങിന് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഒത്തിരി ഒന്നും നടക്കാനില്ല, ഒരു അരമണിക്കൂർ നടക്കാൻ. അത് ഇതുപോലെ ഫുള്ള് അങ്ങ് വരെ റോഡാണ്, അതുകൊണ്ട് ഇറക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോകാം. നല്ല ക്ലൈമറ്റും ആയിരുന്നു. നടക്കാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാവരും ടാക്സിക്കൊക്കെ ആയിട്ടാണ് ആ സ്പോട്ടിലോട്ട് എത്തുന്നത്. ഞാനേതായാലും അപ്പോൾ ഇവിടുന്ന് അങ്ങ് താഴെ വരെ നല്ല ഇറക്കമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി ലഗേജ് കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് കുറച്ചുണ്ടായിരുന്നു. ബാഗൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇല്ലാണ്ട് നടക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ബാർബിക്യൂ സ്പോട്ടിലോട്ട് എത്തുന്നു. ഇതാണ് അങ്ങനെ ഞങ്ങളുടെ ബാർബിക്യൂ പ്ലേസ്. ഇതുണ്ടോ, അങ്ങനെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലത്തെത്തി. പിന്നെ അതിരാവിലെ ആയതുകൊണ്ട്, അതിരാവിലെ അല്ല, രാവിലെ 10 മണിയായി. ഇവിടെ തിരക്കായി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ക്ലൈമറ്റ് ഇന്നത്തെ നല്ല ക്ലൈമറ്റാണ്, വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇത് അടുത്തൊരു സെക്ഷനാണ് ഇവിടെ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേറെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്, ഒരു മൂലയിൽ. ആർക്കും ഡിസ്റ്റർബ് ആവില്ല, നമ്മുടേതായിട്ട് തന്നെ ഉള്ള സ്ഥലം. അങ്ങനെ ഇവിടെ സ്ഥലത്തെത്തി എല്ലാവരും. അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ ഞങ്ങൾ തീയൊക്കെ പിടിപ്പിച്ച് പയ്യെ ബാർബിക്യൂ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ രാവിലെ കണ്ട് ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ബാർബിക്യൂ ഒക്കെ റെഡി ആയതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെറ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ബാർബിക്യൂവിൻ്റെ ചുറ്റിലും ഉള്ള ബെഞ്ചിലൊക്കെ ഇരുന്ന് അങ്ങനെ ചെറിയ ചൂടൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അതാണ് ഇതിടാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് 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 എന്തിട്ടുണ്ട് എപ്പടി രാജ്മനെ സൂപ്പർ കിടു ഇഷ്ടേച്ചി എങ്ങനെയുണ്ട്? ചിക്കൻ എങ്ങനെയുണ്ട്? തിന്നാതെ പുള്ളിയോട് പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നു. ചിക്കൻ എങ്ങനെയുണ്ട്? ചാർക്കോള് വേണോ? ചാർക്കോള് വേണോ? നമ്മളെ പേര് വാങ്ങി വരില്ല. ഇപ്പോൾ മോളാണ് ഫുള്ള് ബാർബിക്യൂ ചെയ്യുന്നത് കേട്ടോ. കണ്ട, അവളാണ് മിടുക്കി. അവളാണ് ഞങ്ങൾക്ക് ഇതുവരെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് പന്നിയുണ്ട്, അതാണ് വേറൊരു പ്രശ്നം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു ചെറിയ ഡാമുണ്ട്. കുറേയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി. ഇവിടെ പട്ടികളെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ഹൈക്കിങ്ങിനായിട്ട് വരുന്നവർ തന്നെയാണ് ഇത്. അപ്പം ഞങ്ങളും ഇങ്ങനെ ഒന്ന് തിന്നതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടി ഞങ്ങളും ഒന്ന് നടക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങി. ഇതാണ് ഡാം, നല്ല ഡാമാണ് കേട്ടോ, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഏറെക്കുറെ ഇവിടെ തീരാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഒരു 1 ഡേ ഔട്ടിങ് ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ കൂടിയത് എന്തായാലും ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും സൂപ്പറായിരുന്നു. പിള്ളേരാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിള്ളേർ ഓട്ടവും ചാട്ടവും ഭക്ഷണവും ഒക്കെ ആണെങ്കിലും പിള്ളേർ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കലാപരിപാടികൾ, കലാസക്കൊട്ട് ഇവിടെ തീരുന്നു. അപ്പം എല്ലാവർക്കും ചിയേഴ്സ്. The most handsome guy in the group is Mr. Riju Seta. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബാബിക്ക് ഒരു അടിപൊളി ഇതായിരുന്നു. We are waiting our ന്യൂ ബേബി. yeah, Adukutta new baby is coming soon. Yay!